ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ ജൂൺ 1 ബാക്ക് ടു സ്കൂളാണല്ലേ എല്ലാ കുട്ടികൾക്കും. അപ്പം എൻ്റെ പിള്ളേർക്ക് അങ്ങനെ വലിയ വെക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. 2 മാസത്തെ ലീവൊക്കെ അത്ര ആയിരുന്നു. ഇടയ്ക്കൊക്കെ ക്ലാസ്സും വെക്കേഷൻ ക്ലാസ്സും അങ്ങനെയൊക്കെ ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ വെക്കേഷൻ ഫീലും പുതുതായിട്ട് കുട്ടികൾ പോകുന്ന ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബാക്കി കുഞ്ഞു പിള്ളേർക്കൊക്കെ 2 മാസം ഫുള്ളായിട്ട് ഒരു വീട്ടിൽ നിന്ന് അടിച്ച് പൊളിച്ചിട്ടൊക്കെ ആയിരിക്കും പോണത്. കുഞ്ഞു പിള്ളേർക്ക് ചെറിയ വിഷമമൊക്കെ കാണും, എത്ര ദിവസം വീട്ടിൽ നിന്നിട്ട് പോണതല്ലേ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു അധ്യയന വർഷവും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒന്നിങ്ങനെ സ്കൂളിലുണ്ടല്ലോ ഇങ്ങനെ മീറ്റ് മുട്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും അലോഡല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് റെസിപ്പി വേണ്ടേ. ഇതൊക്കെ ഞാൻ മുന്നേ എടുത്ത് വെച്ച റെസിപ്പിയാണ്. ഇത് ഇപ്പോൾ എടുത്തതൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് രാവിലെ വീഡിയോ എടുക്കുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പറ്റുന്നത് പോലത്തെ വീഡിയോ ഇടാമെന്ന്. കൂടുതൽ 5 റെസിപ്പീസ് ആയിരിക്കും വരുന്നത്, എങ്കിലും എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നല്ലൊരു കറിയാണ് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ കോളിഫ്ലവറും പിന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കോളിഫ്ലവർ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. അതിനുള്ളിൽ കുഞ്ഞു പുഴുവും കാണും, വലിയ പുഴുവും കാണും. ഇതിലങ്ങനെ വലിയ പുഴുവില്ലായിരുന്നു കേട്ടോ. മുന്നേയൊക്കെ ഇത് വീട്ടിലിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്തുണ്ടല്ലോ വലിയ പുഴു കാണും. അപ്പോൾ അതിനുശേഷം എനിക്ക് ഭയങ്കര അറപ്പാണ് കേട്ടോ ഈ ഒരു സാധനം. ഞാൻ കൈ കൊണ്ടുപോലും തൊടുവില്ലായിരുന്നു. പിന്നെ കുഴപ്പമില്ല. ഇപ്പം വലിയ പുഴുവില്ല, കുഞ്ഞു കുഞ്ഞു ചെറിയ പച്ച കളർ പുഴു കാണും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണേ. ആദ്യം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഇതളുകളായിട്ടൊന്ന് അടർത്തി ഒന്നും വെക്കാം. എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞു പുഴുവും കാണും, പിന്നെ അതിൻ്റെ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാണണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വിട്ടണം, ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു നന്നായിട്ട് തിളച്ച വെള്ളത്തിലൊന്ന് ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം എടുത്താലും മതി കേട്ടോ. ഇത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് 3-4 തവണ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു പാത്രത്തിലോട്ട് കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ മതിയാകും. കുറച്ച് വളരെ ലൈറ്റായിട്ട് മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് വരെ മതി കേട്ടോ. ഓവറായിട്ട് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് ഊറ്റിയെടുത്താൽ മതിയാകും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കുന്നെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ടാണോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ അത് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഈ ഒരു വെള്ളം അങ്ങ് മാറ്റാം കേട്ടോ. ഇനി ഞാൻ അതൊരു കുക്കറാണ് വെച്ച് കൊടുക്കുന്നത്. ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ചൂടായി വന്നിട്ടുള്ള എണ്ണയിലോട്ടുണ്ടല്ലോ ഇനി 1 ടീസ്പൂണോളം പെരിഞ്ചീരകം, ഒരു ബേ ലീവ്സും കൊണ്ടൊന്ന് 2ആയിട്ട് മുറിച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 2-3 പച്ചമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിൻ്റെ ഒരു പച്ച ചുവ ഒന്ന് മാറിയതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 2 സവാള ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പൊട്ടറ്റോയും പിന്നെ ഒരു 4-5 ബീൻസ്, ഒരു തക്കാളി, ഒരു ക്യാരറ്റ് ഇടുന്നതിനനുസരിച്ച് പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴിച്ച് നിൽക്കാം. ഇനി ആ ഒരു ബാക്കിയുള്ള പച്ചക്കറികൾ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും പിന്നെ അതുപോലെ തന്നെ ബീൻസും ക്യാരറ്റും പിന്നെ തക്കാളി എല്ലാം അങ്ങ് ഒരുമിച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാൻ കുറച്ചൊന്ന് നീളത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ബീൻസ് ആയിരുന്നാലും ജസ്റ്റ് ഒന്ന് ചരിച്ചാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികളും കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അതാ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചക്കറിക്ക് നമ്മൾ നേരത്തെ കോളിഫ്ലവർ വെച്ചപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തല്ലോ, അപ്പം ഓൾറെഡി അതിൽ കുറച്ച് മഞ്ഞളായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കറിക്കെല്ലാം വേണ്ടിയിട്ടുള്ള പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്താലും മതി.
നമ്മൾ ഗരം മസാലയിൽ കുറച്ച് മാത്രമാണ് പെരിഞ്ജീരകം ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ വേറെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. എപ്പോഴും നമ്മുടെ കറികളിലൊക്കെ മെയിനായിട്ട് പെരിഞ്ജീരക പൊടിയാണ് ചേർക്കുന്നത്. മല്ലി എപ്പോഴും കമ്മിയായിട്ട് ഞാൻ ചേർക്കാറുള്ളത്. ചിലതിനൊന്നും അങ്ങനെ ചേർക്കുകയേ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ആ ഒരു പച്ചക്കറിയൊക്കെ ഒന്ന് വെന്ത് വരാനുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കണം കേട്ടോ ഒരു കറിക്ക്, അതിനാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. എന്നിട്ട് ഞാൻ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 1-2 വിസിൽ അത്രയും മതി. ജസ്റ്റ് ഒന്ന് പച്ചക്കറി ഒന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ. നമുക്കൊരു 1-2 വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യും. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അടപ്പൊന്ന് മാറ്റിയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇരുന്നിട്ട് ഓവർ കുക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രഷറൊക്കെ ഒന്ന് ഞാൻ കളഞ്ഞതിന് ശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അതാ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചതും കൂടെ ഒന്ന് കുറച്ചൊരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്താലും മതി. അതും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. ഇനി നമ്മളത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുൾ ആ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ആ ഒരു കുഞ്ഞു പീസെല്ലാം മുറിച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് കാണുള്ളൂ. അപ്പോൾ അത് ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കും. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു 2 കപ്പോളം തേങ്ങാപ്പാലാണേ. നമ്മൾ കറിക്ക് ഒഴിച്ചിട്ടുള്ള വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ ചേർത്താൽ മതി കേട്ടോ. വെള്ളം അധികം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത്. നമുക്ക് തേങ്ങ ഒന്ന് ചിരകിയിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് എടുത്താലും ഒന്ന് പിഴിഞ്ഞൊന്ന് എടുത്താലും മതി. അല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറില്ലേ, അത് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു 2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള പാലാണ് തേങ്ങാപ്പാലും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ കറികളൊക്കെ ആ ഒരു കുരുമുളക് ഇങ്ങനെ ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അങ്ങനെ പൊടിച്ച് വെച്ചിരുന്ന അതിന് ആ ഒരു ടേസ്റ്റ് വരുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് കേട്ടോ. പിന്നെ ഗരം മസാല പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിള വരുമല്ലോ. തിള വരുന്ന സമയത്ത് നമുക്കങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം. ഉപ്പും ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയ സമയത്ത് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ചും കൂടെ വീണ്ടും ഒരു മഞ്ഞ കളർ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അവസാനം ഞാൻ ഇതിലേക്കുണ്ടല്ലോ ഒരു നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം നെയ്യ്, നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ച നെയ്യാണേ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ കറിയുടെ ആ ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറും. പിന്നെ അവസാനം വീണ്ടും നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഒന്ന് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ കറിയെന്നോ കുറുമയെന്നൊക്കെ പറയാം. അപ്പോൾ അത് ആ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത്. ചപ്പാത്തിയും ഈ ഒരു വെജിറ്റബിൾ കറി നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ദോശ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ ഒന്നും ഈ കറി അത്ര സെറ്റ് ആവില്ല. ചപ്പാത്തി, ഇടിയപ്പം, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ ഇവിടെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.